നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മകന്റെ കുഞ്ഞിനെ വയറ്റി പോറ്റി വളർത്തുന്ന എന്റെ ശാലിനി എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നിന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും അവിശ്വസിച്ച ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ. സത്യഭാമയുടെ മരുമകള് കുടുംബം നോക്കാതെ നടക്കാണെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ നാവ് എന്നേക്കുമായി അടയ്ക്കാൻ എന്റെ മോൾ ഒരു വാക്ക് പറയണം. ഇവൾ ഈ പെരിങ്കള്ളി പറഞ്ഞതെല്ലാം നുണയാണെന്ന്. ആ വാക്ക് നിന്റെ നാവിന്ന് വീഴേണ്ട താമസം. ഇവളെ അടിച്ചു മടക്കി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഈ ഗേറ്റിന് വെളിയിലേക്ക് വലിച്ചെറിയും ഞാൻ. അയ്യോ, അവള് പറയും. ഒരു നുണ പറയാൻ എന്താ ഇത്ര പാട്? എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലേലും ദിവസം ഒരു നുണയെങ്കിലും പറയാതെ ഉറക്കം വരില്ല. പറയും മോളെ, പറ. മോളെ സത്യം ചെയ്യ്. സത്യം മോളെ, മോളെ സത്യം ചെയ്യ്. വിഷ്ണുവിനും നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മീതെ നീ സത്യം ചെയ്യും. കുഞ്ഞ് ഒലക്ക, അവള് സത്യം ചെയ്യും. അതോടെ എന്റെ കാര്യം കട്ടപ്പുക. ഇവളെ പെടുത്താൻ നോക്കിയിട്ട് ഞാൻ വന്ന് പെട്ടല്ലോ ദൈവമേ. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജനിക്കാത്ത കുഞ്ഞിനെ മീതിയാണോ സത്യം ചെയ്യിപ്പിക്കുന്നത്? സത്യം എന്നത് ഈശ്വരനെ രാഘവേട്ട. നിരപരാധികൾക്കും നിരാലംബർക്കും കുഞ്ഞുങ്ങൾക്കും ഉപദ്രവമാവില്ലത്. ഇവള് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് നീ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ മീതെ സത്യം ചെയ്യുമോളെ. സത്യം ചെയ്യുമോളെ. എനിക്കങ്ങനെ സത്യം ചെയ്യാനാവില്ല സത്യമ്മ. സത്യം ചെയ്യാൻ എന്റെ വയറ്റില് കുഞ്ഞില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, നിന്നെ സന്ദീപ് വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. അവന് നീ പറഞ്ഞ പോലെ നിന്നോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അതാ അവൻ നിന്റെ ഫോൺ എടുക്കാതിരുന്നേ. ആ ചെറിയ ദേഷ്യം കൊണ്ടാണോ അവൻ അനക്കെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അവൻ എന്നോട് പറഞ്ഞല്ല. ഫോണിൽ തുടങ്ങിയ ബന്ധം ഫോണിൽ തന്നെ അവസാനിപ്പിക്കുകയാണെന്നും ഇനി മേലിൽ അവന്റെ ജീവിതത്തിൽ ഇടപെടരുതെന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചത്.
ഇനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ചേച്ചി തന്നെ പറഞ്ഞതാ. അനക ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് മാത്രമല്ല അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോ ചേച്ചിക്കും സച്ചേട്ടനും ഒക്കെ ഈ കാര്യം അറിയായിരുന്നു അല്ലേ? എന്തിനാ ചേച്ചി എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? മോളെ, ചേച്ചി എല്ലാം പറയാം. നീ ആദ്യം ഈ കരച്ചിൽ നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, അനഘയുടെ കാര്യം ഓർത്ത് മാത്രമല്ല സന്ദീപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് പിന്നിൽ മറ്റെന്തോ വലിയൊരു കാരണം കൂടിയുണ്ട്. അതെന്താന്ന് ഞാൻ സച്ചേട്ടനെ മാറി മാറി ചോദിച്ചിട്ടും അവൻ പറയുന്നുമില്ല. എന്തായാലും അതിന്റെ പിന്നിൽ ആരാവുന്ന നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ അവധിയെടുത്ത് പറയുന്നത് അവരല്ലെന്നാ. മാത്രമല്ല സന്ദീപം പറഞ്ഞു അവർക്കിതിൽ ഒരു പങ്കുമില്ലെന്ന്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവനോട്. വേണ്ട മോളെ, അതില് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആര് ചോദിച്ചാലും അവൻ സത്യമൊന്നും പറയില്ല. കാരണം അത്രയ്ക്ക് അവനെ അവര് ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതോർത്ത് തൽക്കാലം നീ വിഷമിക്കണ്ട. എല്ലാം വിധി പോലെയല്ലേ അവസാനം വന്ന് ഭവിക്കൂ. മുൻപൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പോ ഇത് നടക്കില്ലെന്നും എന്നോട് ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞ് എന്നെ കൂടെ നിർത്തുമായിരുന്നു. ഇപ്പൊ ആ ചേച്ചി തന്നെ എല്ലാം വിധിയുടെ ചുമലിൽ വെക്കുമ്പോ ചേച്ചിക്ക് പോലും മനസ്സിലായല്ലേ സന്ദീപിന്റെയും അനഘയുടെ വിവാഹം നമ്മളെ കൊണ്ട് തടയാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. ഏത് കാരണം കൊണ്ടായാലും സന്ദീപ് നമ്മളിൽ നിന്നൊക്കെ വളരെ അകന്നു പോയല്ലേ. മോളെ, ഈ ഒരു കാര്യത്തിൽ സന്ദീപ് ധൈര്യം കാണിക്കാതെ നമുക്കൊന്നും ചെയ്യാനാവില്ലെന്നുള്ളത് വാസ്തവം. എങ്കിലും ഞാനും സച്ചേട്ടനും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ചേച്ചിക്ക് 100% ഉറപ്പുണ്ടോ നമുക്ക് ഈ വിവാഹം തടയാൻ പറ്റുമെന്ന്? എനിക്കറിയാം ഇല്ലെന്ന്. പക്ഷെ അവസാനം വരെ എന്റെ ചേച്ചി സച്ചേട്ടനും ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും സന്ദീപ്, നീ കൂടുതൽ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കണ്ട. എന്താ ഏതാന്ന് നോക്കട്ടെ ഞാൻ. സച്ചേട്ടനും കൂടി വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ അയ്യോ, മഹി, നീ എന്തീ കാണിച്ചത്? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എന്റെ മാളുവിന് അമ്മയായിട്ട് വേണ്ടത് ഗംഗയാണ്. അവൾ എന്നോട് ആവശ്യപ്പെടുന്നത് അതാണ്. എന്റെ മനസ്സിലും ഗംഗയാണ്. അവളെ
ഒരു അപകടത്തിലേക്ക് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. നകുലിന് എനിക്ക് വിശ്വാസമില്ല. ഗംഗയെ അവൻ നശിപ്പിക്കും. നീ ചെയ്തത് ചതിയാണ്. നിന്റെ മകളുടെ ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എല്ലാവരെയും ചതിച്ചു. എന്തിനായിരുന്നു മഹി ഈ നാടകമല്ല? നിശ്ചയം കഴിഞ്ഞ് ഇത്രയും നാള് നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചതും, എന്റെ മകൾക്ക് വാക്ക് കൊടുത്തതും ആഗ്രഹം കൊടുത്തതും എന്തിനു വേണ്ടിയായിരുന്നു? ഒടുവിൽ ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാനോ? എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെട്ട് നിൽക്കാനോ? ഞാനിനി എന്റെ മോളെ എന്താ ചെയ്യട്ടെ? അതുകൂടി നീ പറഞ്ഞോ? അല്ലെങ്കിലും മഹിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഞാനും അംഗീകരിക്കില്ല. വിവാഹം ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. മഹി ഗംഗയെ ഉപേക്ഷിക്കണം. മറ്റൊരു മുഹൂർത്തം കണ്ടെത്തി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹം വീണ്ടും നടത്തേണ്ടി വരും. എന്തിനാണ് ഇനി മുഹൂർത്തം കാണുന്നത്? എന്തിനാണ് ഇനി അതിനുവേണ്ടി കാത്തിരിക്കുന്നത്? കുട്ടിക്കാലത്ത് താമര നൂലുകൊണ്ട് മാലയുണ്ടാക്കി പരസ്പരം കഴുത്തിലിട്ട് കല്യാണം കഴിക്കാറില്ലേ കുട്ടികള്? ഇതിനെ അതുപോലെ കണ്ടാ പോരെ? അത്രയും ഒരു പ്രാധാന്യം ഇതിനും കൊടുത്താ പോരെ? താലി ഒന്ന് അഴിച്ചു മാറ്റി കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ നകുൽ. ഞങ്ങൾ ആരും ഈ വിവാഹം അംഗീകരിച്ചിട്ടില്ല. മഹി, നീ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി നീ തന്നെ അഴിക്കണം. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണായ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടണം. അതെ, അത് തന്നെ വേണം. ഗംഗേ, ആ താലി അഴിച്ച് തിരിച്ചു കൊടുത്തേക്ക്. പറ്റില്ലെങ്കിൽ ഞാൻ അഴിക്കാം. നിർത്ത. ഇവിടെ വച്ച് ഇനി ഒരു പ്രശ്നം വേണ്ട. അതെ, മുഹൂർത്ത സമയത്ത്
കതിർ മണ്ഡപത്തിൽ വെച്ച് കെട്ടിയ താലി ആ കതിർ മണ്ഡപത്തിൽ വെച്ച് തന്നെ അഴിക്കരുത്. അത് വലിയ പാപമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തില് എന്തോ പൂജയ്ക്ക് സഞ്ജു വന്നു. ലച്ചുവിന്റെ അവസ്ഥ അറിഞ്ഞ് സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. മിണ്ടാതെ നീ എന്റെ കൂടെ പോരെ. വന്നേ. അതോ ഞാൻ ഈ വീഡിയോ ഇവിടെ എല്ലാവരെയും കാണിക്കണോ? വാടി എന്റെ കൂടെ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറയും, നീയും ഇവളും അത് കേൾക്കും. കാണ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തില് എന്തോ പൂജയ്ക്ക് സഞ്ജു വന്നു. ലച്ചുവിന്റെ അവസ്ഥ അറിഞ്ഞ് സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോഴാ സഞ്ജുവിന്റെ ലച്ചുവിന്റെ അറിവോടെ ദിനേശൻ എന്നെ സമീപിച്ചത്. എനിക്ക് നല്ലൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. സഞ്ജു ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നതിന് തെളിവായില്ലേ? ഇതിൽ കൂടുതൽ ഇനിയിപ്പോ എന്തു വേണം? അതെ, ഞാൻ ഈ വീഡിയോ ശ്രീകുട്ടിയെ കാണിക്കാൻ പോവാ. അങ്ങനെ ചെയ്യരുത്. നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ? ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത് വെറുതെ ആണെന്ന് നീ വിചാരിച്ചോ? മുഖം രക്ഷിക്കാൻ നിനക്കും ഇവൾക്കും ഞാൻ 2 ദിവസം സമയം തരും. അതിനു മുൻപ് നിങ്ങൾ 2 പേരും ഈ വീട് വിട്ട് പോയിക്കൊള്ളണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി ഇത്?
അയ്യോ, ഞാൻ വേറെ പ്ലേറ്റ് വെക്കാം. കവിതേ, എന്തിത്? ശരിക്കും എന്തിനാ അമ്മൂനടിച്ചേ? ഇനി ഞാനത് പറഞ്ഞു തരണോ? ഇവിടെ ഇരിക്കുന്ന നീ അത് കണ്ടില്ലേ? അല്പം കറി പ്ലേറ്റ് വീണു പോയെന്നല്ലേ ഉള്ളൂ. നീ അതങ്ങ് ക്ഷമിക്കേ കവിതേ. ആ പ്ലേറ്റ് അങ്ങ് മാറ്റ്. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. അത് മാറ്റേണ്ട എന്ത് കാര്യമുള്ളത്? ആ കറിയല്ലേ കഴിക്കാൻ പോകുന്നത്. നീ നിന്റെ കാര്യം നോക്കാമോ? അത് എച്ചിലൊന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് എടുത്തത് എച്ചില് തന്നെയാ. നിങ്ങക്ക് വെച്ച് വിളമ്പി തരാൻ അമ്മ ഇവിടുത്തെ സെർവന്റ് ഒന്നും അല്ല. ഓ, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ അവളെ ഒന്ന് തല്ലി നോക്ക്. സഞ്ജുവിനില്ലാത്ത വേദന നിനക്കെന്തിനാടി? അയ്യോ മോളെ, അമ്മു. അവളെ വേദനിപ്പിച്ച എനിക്കും സഞ്ജുവിനും വേദന ഉണ്ടാവും. ഓഹോ, നീ കാര്യം അറിയാതെ വേദനിക്കുന്നു മാത്രം. മുള്ളും മുനയും വെച്ചുള്ള നിങ്ങളുടെ സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ആക്ച്വലി നീയാണോ അവളാണോ സഞ്ജുവിന്റെ യഥാർത്ഥ ഭാര്യ? നിങ്ങൾ അനാവശ്യം പറയരുത്. ചെറിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, സ്വാതി, വേണ്ട. ഞാനിത് കേട്ട് നിൽക്കണോ സഞ്ജു? ആഹാ, നീ പകരത്തിന് എന്നെ തല്ല്, ഞാൻ കൈകെട്ടി നിന്ന് തരാം. മോളെ, നീ വന്നിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് പ്രശ്നം വലുതാക്കല്ലേ. നിങ്ങളൊന്ന് മതിയാക്ക്. നമുക്ക് പോവാം ദിനേശേട്ടാ. നീ ഇരിക്കു കാവരി. എന്തറിഞ്ഞിട്ടാ ശ്രീദേവി ജീവിക്കുന്നത്? അവൾക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോ എല്ലാം പഴയതുപോലെ ആയിന്ന് വിശ്വസിക്കുന്ന ഒരു പാവ അമ്മ. സഞ്ജു ഭർത്താവാണെന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് കാണിച്ചു നടന്നൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു എല്ലാവരും. അതിന് നിങ്ങൾക്കെന്ത് നഷ്ടമുള്ളത്? ഓ, അന്ന് നന്നായി മുതലെടുപ്പ് നടത്തിയതല്ലേ നിങ്ങള്? അയ്യോ, എനിക്കൊന്നും നഷ്ടമായിട്ടില്ലടി. ഞാൻ നേടാൻ പോകുന്നതേ ഉള്ളൂ. നീ വരുവടി എന്റെ മുന്നിൽ കണ്ണീരും കയ്യുമായിട്ട്. വെളുത്തിരിക്കുന്നതൊന്നും പാലല്ലെന്ന് നിന്നെ ഞാൻ ഉടനെ അറിയിച്ചു തരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ കെഞ്ചി വരേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാവില്ല. ഓ, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ നന്നായി മനസ്സിലാക്കിയവളാ ഞാൻ. ഇതൊക്കെ കേട്ടിട്ട് സഞ്ജു എന്താ മിണ്ടാ നിൽക്കുന്നേ? നീ ഞാനും സംസാരിക്കുന്നത് നമുക്ക് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും അർഹതയുണ്ടായിട്ടാ. ഇവൻ വാ തുറക്കില്ല. അതിനുള്ള യോഗ്യതയൊന്നും ഇവനില്ല. ദേ, ഈ ഇരിക്കുന്നവനും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, ആ നെഗറ്റീവ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പാർവതിയുടെ കയ്യിലാണ്. അവളത് കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് വെച്ച് അവൾ എന്ത് ചെയ്യാൻ ചേച്ചി? എടാ, അങ്ങനെ അവളെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അവൾ അത് വെച്ച് എന്തെങ്കിലും പണി ഒപ്പിക്കും. നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റുഡിയോ അകലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് തേടി പിടിച്ച് അവിടെ ചെന്ന് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നത്? പ്രതാപ, ആ നെഗറ്റീവില് എന്താണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അത് ചിലപ്പോ എന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കെട്ടുന്ന ശേഖരമേനോനും ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പെടില്ലേ? ആ ഫോട്ടോ അവള് വിശാലിനെയും ഇവിടെയുള്ള മറ്റുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി?
അത് ശരിയാണല്ലോ. ആ ഫോട്ടോ പാർവതിയുടെ കൈ കിട്ടിയ അത് നമുക്കെതിരെയുള്ള വലിയ തെളിവായിരിക്കും. ഇപ്പൊ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ നെഗറ്റീവ് പാർവതി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അവളുടെ കൈ വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കും? എടാ, അവൾ അത് വിശാലിന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിക്കാനാ സാധ്യത. നീ അത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് പൊക്കാൻ നോക്കണം. ഇപ്പോഴോ? എടാ, അധികം വൈകാൻ പാടില്ല. വൈകും തോറും നമുക്കത് ആപത്താ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അത് എടുത്തിട്ട് വരണം. ഇപ്പൊ അത് എടുത്തോണ്ട് വരുമെന്ന് വെച്ചാ ഇത്തിരി പ്രയാസം വെച്ചേ. മിക്കവാറും വിശാലും പാർവതിയും ആ മുറി തന്നെ കാണും. അവരവിടുന്ന് മാറിയാലേ അത് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ അവരവിടെ ഇല്ലാന്ന് തന്നെ കരുതിക്കോ. എന്നാലും അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. പാർവതി ഇത് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചിലപ്പോ ഒത്തിരി തിരയേണ്ടി വരും. സമയം എടുക്കുക ചേച്ചി. ശരി ശരി, പാർവതിയും വിശാലിനെയും അവിടെ നിന്ന് മാറ്റണം. അവരുടെ ശ്രദ്ധ ആ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാ? പറയാം. എങ്ങനെയുണ്ട്? ഓക്കെ, ഡൺ. ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അങ്ങനെ രണ്ടുപേരെ ഇവിടുന്ന് ഒഴിവാക്കിയ നെഗറ്റീവ് ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി, നീ ചെല്ല്. എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ നെഗറ്റീവിൽ എന്താണെന്ന് എങ്ങനെ അറിയും? ഇവിടെ എങ്ങും നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുക്കുന്ന സ്റ്റുഡിയോ ഇല്ലെങ്കിൽ അതെവിടെ പോയി എടുക്കും? എന്താ ചെയ്യാ? പാർവതി, അല്ല നീ എന്താ ഇവിടെ ചിന്തിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. സാറിന് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. വാ, നമുക്കൊരു സിനിമ കാണാം. സിനിമയോ? എന്താടോ, സിനിമയെന്ന് താൻ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ല, സിനിമ നമ്മള് തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നേ? എന്നാ അതിനുള്ള നേരമൊന്നും എനിക്കിപ്പോ ഇല്ല വിശാൽ സാർ. ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളെ തിയേറ്ററിൽ പോയ സിനിമ കാണുന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു? അപ്പോ തിയേറ്ററിൽ പോയിട്ടല്ലേ സിനിമ കാണുന്നേ? അല്ല, ഇവിടെ എന്റെ ലാപ്ടോപ്പിൽ നിന്നാ കാണുന്നത്. അതിലും സിനിമയുണ്ടോ? അതിലും സിനിമ കാണാൻ പറ്റും. സാർ, എന്ത് സിനിമയാ നമ്മൾ കാണുന്നേ? ഇത് അങ്ങനെ വലിയ സിനിമയൊന്നും അല്ല. എന്റെ ഫ്രണ്ട് ഇതൊരു ഷോർട്ട് ഫിലിമാ. അവൻ വലിയ സിനിമാ കമ്പക്കാരനാ. എന്നെങ്കിലും വലിയൊരു സിനിമ ചെയ്യണമെന്ന് അവന്റെ ആഗ്രഹം. അത് കൊള്ളാലോ. എന്നാ താൻ വാ, നമുക്ക് കാണാം. ഇത് പിന്നെ അധികം സമയമൊന്നും എടുക്കില്ല. ഇത് കണ്ടിട്ട് താൻ തന്റെ ജോലി ചെയ്തോ. വാ, കമാ. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബയോസ്കോപ്പിന്റെ കാഴ്ചയിലൂടെ ഇന്നത്തെ സിനിമയെക്കുറിച്ച് പറയുന്ന കഥയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി അവൻ അയച്ചു തന്നല്ലേ. എന്നാ നമുക്ക് കണ്ടേക്കാം. അല്ല സർ, എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. എന്താ പേര്? ബയോസ്കോപ്പോ? അതെ, ബയോസ്കോപ്പ്. എന്താണ് ബയോസ്കോപ്പ്? അത്
പണ്ട് കാലത്ത് സിനിമാ പ്രദർശനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊജക്ടർ. ഇതാണ് ബയോസ്കോപ്പ്. ഇതിലൂടെ ഫിലിം കടന്നു പോകുമ്പോ ഈ പ്രകാശത്തിന്റെ സഹായത്തോടെയാ ചിത്രങ്ങൾ തിരശ്ശീലയിൽ തെളിയുന്നത്. അപ്പോ നെഗറ്റീവിന് പിന്നിൽ ഇതുപോലെ പ്രകാശം കടത്തിവിട്ട ആ നെഗറ്റീവിലുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. വിശാൽ സർ, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? ഇപ്പൊ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാളെ മ്യൂസിക് ഷോയ്ക്ക് ഉറപ്പായിട്ടും ഞാനും വരുന്നു. സത്യമാണോ വസീ പറയുന്നത്? ആദ്യം പറഞ്ഞത് കേട്ടില്ലേ, ഈ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഉണ്ടാവണമെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്തായാലും ഞാൻ റെഡി. ഓ, അമ്മ മ്യൂസിക് ഷോയ്ക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? നാളെ അവിടെ ശ്യാമയുടെ വീഴ്ച നേരിട്ട് കാണുമ്പോ ഈ സന്തോഷമെല്ലാം താനെ അങ്ങ് തീരും. അതുവരെ സന്തോഷിക്കട്ടെ പാവങ്ങള്. ഒരു സെൽഫി. ഈ റിയാലിറ്റി ഷോ വിൻ ചെയ്യുന്ന മാനസയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതെ, ഞാൻ വിൻ ചെയ്യും. അല്ല, മാനസയുടെ എതിരാളി ശ്യാമയാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരെക്കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാമയെ ജയിക്കാൻ എനിക്ക് കഴിയും, അതിന് സംശയമില്ല. മാറിയുന്നേ മമ്മി. വല്ലാത്ത ജാടയാണല്ലോ. അതെ അതെ. ഹലോ ശ്യാമ. ഹലോ ചേച്ചി. ആ ശ്യാമേ, നിങ്ങൾ മത്സര സ്ഥലത്തെത്തിയോ? ആ, ഞങ്ങളുടെ ഇപ്പൊ എത്തിയുള്ളൂ. ചേച്ചി വരുന്നില്ലേ? ആ, അത് ശ്യാമേ, ഒരു പ്രശ്നമുണ്ട്. ഫോൺ സ്പീക്കറിലിട്, അഖിലൂടെ കേക്കട്ടെ. ആ, അത് ശ്യാമേ, ഇവിടെ ഓഫീസില് ഐശ്വര്യ മഹിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് തമ്മി മ്യൂസിക് ഷോയുടെ കാര്യവും ശ്യാമയുടെ കാര്യവും ഒക്കെയാ പറയുന്നത്. ഒന്നും എനിക്കത്ര വ്യക്തമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്യാമ എന്തോ അപായപ്പെടുത്താനുള്ള തന്ത്രങ്ങളാ അവര് തമ്മിൽ പറയുന്നത്. എന്തായാലും ശ്യാമ ശരിക്കും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ശ്യാമെ, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. സാരമില്ല ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അഖിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അശ്വതി ചേച്ചി ടെൻഷൻ ആവണ്ട, ശ്യാമയ്ക്ക് ഒന്നും പറ്റില്ല, ഞാനുണ്ട് കൂടെ. ഇപ്പോഴാ ആശ്വാസായേ. ശരി, കാണാം. എന്നാ ശരി. അമ്മ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ല കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ കരുതിയത് ഞങ്ങളെല്ലാം മ്യൂസിക് ഷോ സ്ഥലത്ത് എത്തിയെന്നോ?
എനിക്കും അപ്പൂനും ആർക്കും അതിനുള്ള ഭാഗ്യം ഇല്ല ശ്യാമേ. ഭാഗ്യമില്ലെന്നോ? എന്റെ അടുത്ത് കാര്യം പറ. എന്റെ ശ്യാമേ, നമ്മുടെ അപ്പു 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 അപ്പുയേ അവിടേക്ക് വരാൻ വേണ്ടി ഉത്സാഹിച്ചിറങ്ങിയതാ. ഓട്ടോയുടെ അടുത്തേക്ക് ഓടിയത് മാത്രം അറിയാം. ദേ നിന്ന നിപ്പില് താഴേക്ക് ദാ വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുന്നു. കഷ്ടം. എന്താ അടുത്ത് പറയുന്നേ? ഒറ്റ വീഴക്കാ. എന്റെ നെഞ്ചേ, എനിക്ക് വയ്യായേ, വേദന സഹിക്കാൻ വയ്യേന്നും പറഞ്ഞു ഒറ്റ നിലവിളിയാ. പിന്നെ ഉള്ള ബോധം അങ്ങ് പോയിന്നേ. എടുത്ത് പറയുന്നൊക്കെ ശരിയാണോ? എന്റെ ശ്യാമി, ഞാനെന്തിനാ കള്ളം പറയുന്നേ? ഡോക്ടർ പറഞ്ഞതേ അപ്പൂന് വളരെ സീരിയസ് ആന്നാ. ആ ഹൃദയത്തിന് എന്തോ ഓപ്പറേഷൻ വേണോന്നാ. അതിനെ 25 ലക്ഷം വേണോന്ന്. ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാനും എല്ലാവരും അപ്പൊ ഒന്ന് കണ്ണു തുറക്കുന്നതും കാതിരിക്കുക ശ്യാമേ. അയ്യോ, ഡോക്ടർ പറയുന്ന കേട്ടിട്ടെ ഇനി ഓപ്പറേഷൻ കൊണ്ടൊന്നും അപ്പൂന് ഒരു രക്ഷയില്ലെന്നാ തോന്നുന്നേ. നമ്മുടെ അപ്പു നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല ശ്യാമേ എന്നാ എനിക്ക് തോന്നുന്നത്. ശ്യാമ വിഷമിക്കൊന്നും വേണ്ട, നല്ലോണം പാടിക്കോ കേട്ടോ. ആ അപ്പുവിന്റെ കാര്യം എന്തായാലും ഇങ്ങനെയായി. നിന്റെ പാട്ടെങ്കിലും നടക്കട്ടെ. നീ ജയിക്കട്ടെ ശ്യാമേ. അപ്പോ ശരി ശ്യാമേ, നീ നന്നായി പാടണേ. ശരി. അവളിനി ശരിക്കും പാടും, ഫസ്റ്റ് മേടിക്കുകയും ചെയ്യും. എന്തിയോടാ കളി. എന്താ എന്താ ശ്യാമ, എന്തുപറ്റി? എന്താ കാര്യം പറ. എന്തുപറ്റി? എന്താ ശ്യാമ മുഖമല്ലാതിരിക്കുന്നേ? എന്തുപറ്റി? അത് എന്റെ അനിയൻ അപ്പു, അവൻ ഹോസ്പിറ്റലിലാ. അയ്യോ, സീരിയസ് ആണ്. ഹോസ്പിറ്റലിലല്ലേ? സാരമില്ല, ശ്യാമ പോയൊന്ന് മുഖം കഴുകിയിട്ട് വരൂ. ഒന്ന് കൂളാകും. പ്രോഗ്രാം തുടങ്ങാൻ ഇനി അധികം സമയമില്ല. എനിക്കിനി പാടാൻ പറ്റും തോന്നുന്നില്ല. എന്താ പാടാൻ കഴിയില്ലേ? ചാനൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക. ശ്യാമയും മാനസയും 2 കണ്ടസ്റ്റൻസ് മാത്രം പെർഫോം ചെയ്യാനുള്ളത്. അവസാന നിമിഷം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എന്റെ അപ്പു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരിത്? ഞാൻ പുഷ്പഞ്ചേട്ടന്റെ കാര്യം ഇപ്പൊ നാക്ക് വളച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ആ വാക്ക് കടിച്ചു വളച്ച് മുറിക്കണ്ട, നീ കാര്യം പറ. അല്ല, പുഷ്പഞ്ചേട്ടന്റെ ബുദ്ധിയെ പറ്റിയും കാര്യപ്രാപ്തിയെ പറ്റിയും ഞാൻ ആര്യോട് പറയുമായിരുന്നു. അതിപ്പോ ഇത്ര പറയാനെന്തിരിക്കുന്നു? ആര്യമോൾക്ക് അറിയാവുന്നതല്ലേ അതൊക്കെ. അതെ അതെ. അതല്ല, ആര്യ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം പ്രസാദേട്ടന്റെ അടുത്ത് അവതരിപ്പിക്കാൻ പുഷ്പഞ്ചേട്ടൻ തന്നെ വേണമെന്ന്. നിങ്ങളുടെ എന്ത് കാര്യം? അത് ഞങ്ങളുടെ പ്രേമം തന്നെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പുഷ്പഞ്ചേട്ടൻ തന്നെ വേണം ചെന്ന് പ്രസാദേട്ടനോട് പറയാൻ. അയ്യോ, ഞാനോ? എന്തായാലും അത് വേണ്ട മോനെ, എന്നെ വിട്ടാരേ. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ് പുഷ്പഞ്ചേട്ടാ. പുഷ്പഞ്ചേട്ടനെ ഞങ്ങള് സ്വന്തം അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. പറയില്ലേ അച്ഛൻ പുഷ്പ? അല്ല പുഷ്പഞ്ചേട്ടാ, പറയില്ലേ? പ്ലീസ് പുഷ്പഞ്ചേട്ടാ, ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പ്രസാദ് പറയുമെന്ന്. താങ്ക് യു അച്ഛൻ പുഷ്പ. അല്ല പുഷ്പഞ്ചേട്ടാ, ദേ ചെല്ല്, അവിടെ നിൽപ്പുണ്ട് ആള്. ഒരു കാരണവരുടെ സ്ഥാനത്തുനിന്ന് വേണം സംസാരിക്കാൻ. അത് ഞാൻ ഏറ്റു.
ഇവന്റെയൊക്കെ ഒരു പ്രേമം ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രസാദ് ആരാണെന്ന്. ആ പ്രസാദേ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമല്ലതാണെങ്കിലേ പറയാവൂ. ഞാനോട് ആകെ കാലിച്ചാ നിൽക്കുന്നേ. അല്ല, ഒരു പ്രേമത്തിന്റെ കാര്യമാണ്. അത് തന്നെ, ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയോട് അനിയന് പ്രേമം. ഇവനൊക്കെ കവളമടൽ വെട്ടി വേണം അടിക്കാൻ. പറഞ്ഞു മനസ്സിലായി നിങ്ങക്ക്? അല്ല, ആരെ അടിക്കേണ്ടത് അത് മനസ്സിലായില്ല. എല്ലാവന്മാരെ അടിക്കണം. പ്രേമിക്കുന്നവനെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെയും സകല എണ്ണത്തിന് അടിക്കണം. എന്നാലേ എന്റെ കലി അടങ്ങും. അതെ, ഒരബദ്ധം. എന്തബദ്ധം? പുഷ്പൻ ചേട്ടൻ അറിയാവോ, 3000 പേരെ വിളിച്ച് കല്യാണം നടത്താൻ ഇരുന്നതവര്. നാളെ കഴിഞ്ഞായിരുന്നു കല്യാണം. രാവിലെ മുതൽ പെണ്ണിനെ കാണാനില്ല. ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. അതാര്? ആരായാലെന്താ, പേരും നാളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ക്ലയന്റാ. നാളെ കഴിഞ്ഞുള്ള ആ ഇവന്റ് ക്യാൻസലായി. ബ്ലേഡി റാസ്കൽസ്. അല്ല, നിങ്ങൾ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ. ഞാനോ? ഞാൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഈ ബിസിനസിന്റെ പുറകെ നടന്ന് അലഞ്ഞു നടന്ന് നിന്റെ ആരോഗ്യം കളയരുത്. ആ, അതാ പറയാനുള്ളത്. പോട്ടെ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായി പറഞ്ഞോ കാര്യങ്ങൾ? അയ്യടാ, പറയും. അവന്റെ ഏതോ ക്ലയന്റിന്റെ അനിയനും അനിയത്തിയും കൂടെ പൊളിച്ചോടെ പോയാന്ന് പറഞ്ഞ് പ്രാന്തെടുത്ത് നിൽക്കുക അവിടെ. അങ്ങോട്ട് ചെന്നിട്ട് ഈ അനിയന്റെ അനിയത്തിയുടെ കഥ പറഞ്ഞാലേ നന്നായിരിക്കും. തൽക്കാലം നിങ്ങൾ ആളെ വിട്ടുപിടിക്ക്. എനിക്ക് നിന്റെ ഒന്നും അച്ഛനാകാൻ പറ്റില്ലെന്ന് വിചാരിച്ചാ മതി. പുഷ്പൻ ചേട്ടാ. അല്ല പിന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ, നിനക്ക് വരാൻ പറ്റില്ലേ എന്റെ കൂടെ തൃപ്പങ്ങോട്ടേക്ക്? അവിടെ ആരുണ്ട് എനിക്ക് വേണ്ടി? ഓ, നിനക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെയാണല്ലോ അല്ലേ? രാധ. അതെ, അവളെ കണ്ടെത്താൻ വേണ്ടി മാത്രമാ ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ പറയാ, നീ തൃപ്പങ്ങോട്ടേക്ക് വരണം. കാരണം രാധയും അവിടെ വരും ഉടൻ തന്നെ. രാധ തൃപ്പങ്ങോട്ടേക്ക് വരാനോ? അതെ, ഞാൻ വെറുതെ പറയല്ല. വരാൻ പോകുന്ന ദിവസം എന്താണെന്ന് അറിയൂ നിനക്ക്? ധനുമാസ പൗർണമിയാ. തൃപ്പങ്ങോട്ടുകാരുടെ ഉത്സവമാണെന്ന് ദേശക്കാരെല്ലാം ഒത്തുകൂടും. ആബാലവൃദ്ധം ജനങ്ങളും ദേവീ സന്നിധിയിൽ ഒന്നിച്ചുകൂടും. മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ധനുമാസ പൗർണമിക്ക്. അന്ന പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ സമർപ്പണവും. ഓർമ്മയുണ്ടാവും നിനക്ക്. തലമുറ തലമുറയായി തൃപ്പങ്ങോട്ടെ മൂത്ത പെൺകുട്ടിയാ വാള് പൂജയ്ക്ക് സമർപ്പിക്കാൻ എത്തുന്നത്. സുഭദ്രയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് വരുന്നത് രാധയാണ്. തറവാട്ടിലെ പാരമ്പര്യം നിലനിർത്താൻ ഉടവാളുമായി ഇത്തവണ രാധയെത്തും. അപ്പോ അവിടെ ഉണ്ടായാൽ കാണാൻ നിനക്ക് രാധെ മുഖാമുഖം തന്നെ. എന്താ ഇനി പറയേ? വന്നൂടെ നിനക്ക് എന്റെ കൂടെ? ഞാൻ വരുന്നില്ല. ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എവിടേക്കുമില്ല. അത് വെറുതെ. ഈ മണ്ണിനോട് നിനക്ക് എന്താ ഇത്ര മമത? അത് മനസ്സിലായില്ല. എനിക്ക് തൃപ്പങ്ങോടിനോടുമില്ല ഒരു മമതയും. എന്റെ ആശയും ആവേശവും ഒക്കെ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കിടക്കുക. അത് രാധയിൽ മാത്രമാ. അതേ രാധയ്ക്ക് വേണ്ടിയാ ഞാനും ഈ പറയുന്നത്. നീ അവൾക്ക് മുൻപേ അവിടെ വരണം. രാധ ഉടവാൾ പൂജയ്ക്ക് എത്തുമ്പോ അവിടെ നീയും ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പോവാനുള്ളവർക്ക് പോവാം.
മണിച്ച എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുപോയി ഇറക്കിയിട്ട് പോരെ. പെട്ടെന്നാവട്ടെ. അപ്പോ ഞാനാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശല്യം അല്ലേ? അമ്മയും ബന്ധുക്കളെയും മറ്റാരെയും നിനക്ക് വേണ്ട, അവളെ മാത്രം മതി അല്ലേ? അതെ. ഇതിൽ കൂടുതൽ തെളിച്ചു പറയാൻ എനിക്ക് വയ്യ. തീർന്നല്ലോ വിഷയം. നിങ്ങൾക്ക് പോവാം. മണിച്ച പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് വണ്ടി എടുക്ക. ശരി. വേണ്ട. സ്വന്തം മകനെ കൊണ്ടില്ലാത്ത സഹായം അവന്റെ ഭൃത്യനെ കൊണ്ട് വേണ്ട എനിക്ക്. അല്ല ഭവാനിമ പിന്നെ എങ്ങനെ പോവും? പണം കൊടുത്താൽ കിട്ടാത്ത വണ്ടി ഏതാ മണിച്ച ഈ ലോകത്ത്? നീ ആളെ വിടങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, മുഹൂർത്തമാവുന്നു. പൂജാരി, നമുക്ക് വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ തുടങ്ങാം. പിന്നെന്താ, തുടങ്ങാം. ആദ്യം വധൂവരന്മാരെ വിളിച്ചോളൂ. മാലതി, എന്താ അച്ഛാ? നീ സാവിത്രിയെ കൂട്ടിച്ചെന്ന് വൈശാഖരെയും മീനാക്ഷിയും കൂട്ടിക്കൊണ്ടുപോവാ. അതാ ആചാരം. ശരി അച്ഛാ. ചേച്ചി, അല്ല മാലതി ഒറ്റയ്ക്ക് പോയാ പോരെ? വെറുതെ ഞാനെന്തിനാ പോന്നെ? നിനക്കെന്താ പോയാല്? എടി, നീ വധുവിന്റെ അമ്മായിയാ. അമ്മായിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. എനിക്ക് നേതൃത്വം ഒന്നും വേണ്ട. ഞാൻ നേതാവും ആകുന്നില്ല കേട്ടോ. ഇലക്ഷന് മത്സരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞതനുസരിക്കടി. ചെല്ലേ. മീനാക്ഷി, എന്താടാ ഇത്? എൻഗേജ്മെന്റിന് മുൻപ് നീ നിന്റെ കാമുകയായിട്ട് ഒളിച്ചോടുന്ന് പറഞ്ഞിട്ടിപ്പോ കാര്യങ്ങളും എൻഗേജ്മെന്റിലേക്ക് കടക്കുവാണല്ലോ. മീനാക്ഷി, നീ കുറച്ചുകൂടി എന്നോടൊന്ന് സഹകരിക്കണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടോ, ഇതൊരു ഡ്രാമയാണ്. ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്താലേ എനിക്ക് എന്റെ പെണ്ണിനെയും കൊണ്ട് പോവാൻ പറ്റും. ഡ്രാമയോ? എന്ത് ഡ്രാമ? ഞാനൊരു സഹായം ചെയ്തു തരാന്ന് പറഞ്ഞു പോയി. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം ബ്ലാക്ക്മെയിൽ ചെയ്തു. പോട്ടെ, ഞാനത് ക്ഷമിച്ചു. പിന്നെ എന്നെ ചതിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഈ മീനാക്ഷിയുടെ ക്യാരക്ടർ നിനക്ക് അറിയില്ല. നിന്റെ കയ്യും കാലും ഞാൻ ഒടിച്ചു കളയും. മീനാക്ഷി, എടോ, എന്നെ സഹായിക്കുന്നവരെ ഞാൻ ചതിക്കില്ല, പ്രത്യേകിച്ച് നിന്നെ. ആത്മാർത്ഥതയുള്ളവരെ സഹായിക്കാൻ ഈ മീനാക്ഷി ഹൃദയം വരെ അറുത്തു കൊടുക്കും. വെറുത്തു പോയാലുണ്ടല്ലോ, കുത്തി കൊല്ലും ഞാൻ. ഇല്ല മീനാക്ഷി, ഈ എൻഗേജ്മെന്റ് വരെ നീ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു എൻഗേജ്മെന്റ് അല്ലേ, എനിക്കും നിനക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കും. ഇനി തന്ത്രത്തിൽ എന്നെയും കെട്ടി ചെമ്പകമംഗലത്ത് തങ്ങി പുട്ടടിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ മരണം അതിദയനീയമായിരിക്കും. ഇതെന്താ, കല്യാണത്തിന് മുമ്പ് അടിയായോ? ഈ മരത്തലേനെ ഞാൻ കണ്ട ഒരു സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് കൊല്ലുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. ആ സിനിമയുടെ പേര് പാതിരാ കൊലപാതകം എന്നായിരുന്നു. അവിടെ നിശ്ചയത്തിനുള്ള സമയമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ആദ്യം പുടവകുട ആചാരം, പിന്നെ മോതിരമാറ്റം. പുടവ കൊണ്ടുവന്നുള്ളൂ. മോളെ മാലതി, പൂജാമുറിയിൽ പോയി പൂജിക്കാൻ വെച്ചിരിക്കുന്ന പുടവ എടുത്തോണ്ട് വാ. ശരിയമ്മേ. അവളിനി പുടവയും കൂടെ എടുത്തോണ്ട് വരത്തിന്റെ കുഴപ്പമേ ഉള്ളൂ. ഈശ്വരാ, അമ്മേ. അമ്മേ, എന്താ മാലതി? സാരി പൂജാമുറിയിലില്ല. എന്താ, സാരി പൂജാമുറിയിലില്ലെന്നോ? ആ, അവന്റെ ഒരു വിവാഹ നിശ്ചയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.